ഇക്കഴിഞ്ഞ ദിവസമാണ് ആര്യ ബെഡായി വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം സന്തോഷകരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്. സോഷ്യൽ മീഡിയ ഏറെ ആഘോഷിച്ച, ആനന്ദിച്ച വിവാഹ വാർത്ത ആയിരുന്നു അത്. ആര്യയുടെ സുഹൃത്തുക്കളെ പോലെ, ബന്ധുക്കളെ പോലെ സന്തോഷം ആരാധകർക്കും ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ആര്യയ്ക്കും സിബിനും ഇത് പുതിയ തുടക്കമാണ്. രണ്ടാളുടെയും ആദ്യ വിവാഹം ഡൈവോഴ്സ് ചെയ്തിരുന്നു. ഇപ്പോഴിതാ കഴക്കൂട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹ രജിസ്ട്രേഷൻ ഭാഗമായി സമർപ്പിച്ച രേഖയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്നത്. രേഖകൾ പ്രകാരം ആര്യയ്ക്ക് 34 വയസ്സും സിബിന് 33 വയസ്സുമാണ് പ്രായം. ഇരുവരും ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്നയാൾ ഇപ്പോൾ ജീവിതത്തിലേക്ക് പാർട്ട്ണറായി വരുന്ന സന്തോഷം ആര്യയും സിബിനും മറച്ചുവെച്ചിട്ടില്ല. ഇരുവരും പങ്കുവച്ച പോസ്റ്റിൽ അത്രയും അവരുടെ സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. ഇത്രയും കാലം തൻ്റെ ജീവിതത്തിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും തെറ്റായിരുന്നു. എന്നാൽ ആര്യ എൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു. എന്നെ ഏറ്റവും മനസ്സിലാക്കിയ ഒരാളാണ് ആര്യ. അത് തന്നെയാണ് ആര്യയും തിരിച്ച് സിബിനെ കുറിച്ച് പറയുന്നത്. നിരവധി ആരാധകരും സിനിമ സീരിയൽ താരങ്ങളും ആര്യയ്ക്ക് ആശംസകൾ നേർന്നെത്തി. വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഈ വേളയിൽ തന്നെ ഫേക്കും സ്കാമും ഡീൽ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ താൻ എത്തിയിരിക്കുന്നത് എന്നാണ് ആര്യ പറയുന്നത്. ആര്യയുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയാത്തവരായ ആരുമില്ല. അതിൻ്റെ തന്നെ പർച്ചേസിംഗ് മാനേജർ ആണ് നമ്മുടെ സിബിനും. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് സിബിൻ തന്നെയാണ്. ഈ ഒരു ബന്ധവും സ്നേഹവുമാണ് അവരുടെ വിവാഹ ജീവിതത്തിലേക്കും അവരെ നയിച്ചത്. എന്നാൽ അവരുടെ പേരിൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ പണം തട്ടുകയും അങ്ങനെ നമ്മുടെ ആര്യയുടെ ഇമേജിന് കോട്ടം തട്ടുകയും ചെയ്യുകയാണ് ഇപ്പോൾ. ഇത്തരം ഫേക്ക് അക്കൗണ്ടുകൾ വഴി കസ്റ്റമേഴ്സിൽ നിന്നും ജിപേ വഴി പണം തട്ടുകയും ആര്യയുടെ പേജിന് നെഗറ്റീവ് ഉണ്ടാവുകയും ചെയ്യുകയാണ് ഇത്തരം കൂട്ടർ നടത്തുന്നത്. തൻ്റെ പേരിൽ ധാരാളം ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും പണം തട്ടുകയും ഇനി തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ആര്യ ഇപ്പോൾ ലൈവിൽ എത്തിയിരിക്കുന്നത്.